ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ മോൻ പറയും പോലെ പഠിച്ചോനെ ദോശയെന്ന് കഴിച്ചില്ലായപ്പോൾ പുട്ടായിരുന്നു. ഇനിയിപ്പോൾ പുട്ടിന് ഇനി എന്തൊക്കെ ഐറ്റംസ് ആണാവോ കാണാനുള്ളത് എന്ന് പറഞ്ഞ്. അപ്പോൾ തിന്ന് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായും ചെയ്ത്. അപ്പം നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് അറിയാൻ കൂടെ പോകുന്നുള്ളേ. കളറ് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് പുട്ടാണ് കേട്ടോ. കളർ ഇത് എന്ത് കളറാണ്, എന്ത് പുട്ടാണ് എന്നറിയാൻ, എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാൻ നമ്മളെ കൂടെ പോകുന്നുള്ളേ. അപ്പം ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതാ തീയൊന്ന് കുറച്ച് വെച്ചുങ്ങാണ്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് ചൂടായി വരുന്ന സമയത്താണ് ഇത് ഫ്ലെയിം ഇങ്ങനെ എന്താ പറയുക, ചൂടായി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല ഒരു മണം വരും. ആ മണം വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇറക്കി വെച്ചിട്ട് ആ പാനിൽ ആ ഒരു ചൂട് വിട്ടതിൻ്റെ ശേഷം എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തേക്ക് നമ്മൾ പുട്ടിന് കുഴക്കണ പാത്രത്തിലേക്ക് കണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്താ പറയുക, ചാനലൊന്നാണ്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ പുട്ടുംപൊടി ഇതാ ആട്ടപ്പൊടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമില്ലേ, അത് കുറേശ്ശെ പാർന്നുകൊണ്ട് കുഴച്ചെടുക്കണേ. കുറേശ്ശെ പാരാൻ പാടുള്ളൂ, കുറച്ച് പാരുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, പിന്നെയും പാരുക. അങ്ങനെ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ ഈ ഒരു പരിവാവുന്ന വരെ കുറേശ്ശെ തോനെ വെള്ളം ആവാനും പാടില്ല. ഇങ്ങനെ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിൻ്റെ ജാറിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്നുണ്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ. ആട്ടപ്പൊടിയായിട്ട് പിന്നെ എങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി, ഉണ്ടാക്കിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ ഇതാക്കിയതിന് ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ചതിട്ടതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ നനക്കാത്ത ഒരു സ്പൂണ് ആട്ടപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നുണ്ട് ക്രഷ് ചെയ്ത് എടുത്താൽ ഇതേപോലെ അടിപൊളി പുട്ടുപൊടി തന്നെ ഉണ്ട് കിട്ടും. പുട്ടുപൊടിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഇനി ഇത് തേങ്ങ ഇടുക, പുട്ടുപൊടി വാരിയിടുക, അങ്ങനെ അങ്ങോട്ട് കുറ്റിയണ്ട് നിറക്കുക. പിന്നെ നമ്മൾ തൂക്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ നിറച്ച കുറ്റിയണ്ട് വെച്ചെടുക്കുക. എന്നിട്ട് ആവി ഇങ്ങോട്ട് വരുന്ന വരെയാണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 3-4 കുറ്റി അങ്ങോട്ട് നിറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ആട്ടപ്പുട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ബായ്.